Good evening all. എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പരിശീലനവും അതോടൊപ്പം ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് വനിതാ വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചറിന് ഒന്ന് അഡ്രസ് ചെയ്യുന്ന ഒരു സെഷനുമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് നോഡൽ ഓഫീസറുടെ മെന്റൽ ഹെൽത്ത് ഡിവിഷൻ NHMന്റെ നേതൃത്വത്തിലാണ് ചെയ്യണമെന്ന്. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് നോഡൽ ഓഫീസർ കിരൺ സാറാണ്. കിരൺ സാറ് ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ സെഷൻ സാറിന് കൈമാറും. 3:30 ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിരൺ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? കിരൺ സാർ ജോയിൻ ചെയ്തോ? സാറ് വെൽക്കം സാർ. സാറ് നേരിട്ട് തന്നെ സാറിന് എന്താണ് മൈക്കല്ല സ്റ്റേജ് കൈമാറുകയാണ്. രാവിലെയും FHCയുടെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലാ സ്ഥാപന മേധാവികളും സ്ഥാപനത്തിലുള്ള താല്പര്യമുള്ള ആരോഗ്യവകുപ്പ് ജീവനക്കാരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയ ഇന്നത്തെ ദിവസത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് വേറെ ബഹുമാനത്തോടുകൂടി ഡോക്ടർ കിരൺ PS സാറിനെ ക്ഷണിച്ചോളും. ഓവർ ടു യു സർ. താങ്ക് യു. താങ്ക് യു ദിവ്യ. താങ്ക് യു എവരിവൺ. NHMന് പ്രത്യേകം നന്ദി. ഇങ്ങനൊരു ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത അറിയായിരിക്കും. ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. നമ്മൾ തന്നെ ന്യൂസുകളിലും ഒക്കെ കേൾക്കുന്ന വാർത്തകൾ മിക്കവാറും നമ്മുടെ ജില്ലകളിൽ ഓരോരുത്തരും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ആത്മഹത്യകളെ കുറിച്ചുള്ള വാർത്തകൾ. കുറച്ച് നാൾ മുമ്പ് കുട്ടികളുടെ ഇടയിലുള്ള ആത്മഹത്യകളെ കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വർദ്ധിച്ചിരുന്ന കുട്ടികളുടെ ഇടയിലെ ആത്മഹത്യകൾ. അപ്പോൾ ഇത് പ്രതിരോധിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആരോഗ്യ പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതിലുപരി നമുക്ക് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് അവരെ എങ്ങനെ എംപവർ ചെയ്യാൻ കഴിയും. കാരണം ആരോഗ്യ പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തരെയും ഒരു പക്ഷേ കേൾക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ജനങ്ങളെ എങ്ങനെ എംപവർ ചെയ്യാൻ കഴിയും, ഓരോ ജീവനും എങ്ങനെ നമുക്ക് രക്ഷിക്കാം എന്നുള്ളത് നമുക്കാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കുക. അപ്പോ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ ജീവരക്ഷ എന്നാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഓരോ ജീവനും നമ്മൾ രക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ വയ്ക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം സംശയങ്ങളും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫർദർ ഡിസ്കഷൻ ഇന്ററാക്റ്റീവ് സെഷൻ എന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സംശയങ്ങളുള്ളവർ അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ സംശയങ്ങൾ എഴുതിയിടാം. നമുക്ക് ഓരോന്നായിട്ട് അതൊന്ന് അവസാനം ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ ഇടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു അവസരത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ ജീവരക്ഷ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നമ്മൾ ഈ ജീവരക്ഷ എന്നുള്ളൊരു പരിശീലനം കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സിനാണ്. അപ്പോൾ അത് ആരാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പൊ ഇരിക്കുന്നവരെല്ലാവരും തന്നെയും കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് ആണ്. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപഴകാൻ സാധ്യതയുള്ള എല്ലാവരും തന്നെയും കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് ആണ്. അവരുടെ വിഷമതകള് പറയാൻ സാധ്യതയുള്ള ആൾക്കാർ, സാധാരണ ജനങ്ങളുടെ വിഷമങ്ങൾ പറയാൻ സാധ്യത ഉള്ള ആൾക്കാർ, പറയാനോ അത് കേൾക്കാനോ സാധ്യതയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒരു ഗ്രൂപ്പ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടീച്ചറും പിന്നെ പോലീസുകാരുണ്ടാവും. കാരണം പോലീസുകാരൊക്കെ തന്നെയും നിരന്തരമായിട്ട് ഈ പറയുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ രീതിയിൽ പോലീസുകാരുണ്ടാവും. മത നേതാക്കളുണ്ടാവും. മത നേതാക്കൾ എന്ന് പറയുന്നത് പല രീതിയിൽ പ്രശ്നങ്ങളുമായിട്ട് പോകുന്നത് ചർച്ചിലെ ഫാദേഴ്സിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിലെ ആൾക്കാരുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ പൂജാരിമാരുടെ അടുത്തായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രശ്നങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാർ കീപ്പേഴ്സ് എന്ന ഒരു കൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എല്ലാം തന്നെയും ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നവരാണ്. അപ്പോ എന്തുകൊണ്ട് നമ്മൾ എല്ലാം എംപവേർഡ് ആവണമെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ അടുത്ത് വിഷമവുമായിട്ട് വരുന്ന ഒരാൾ, എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങൾ പറയുന്ന ഒരാൾ,
ആത്മഹത്യ ചിന്തകളുണ്ടോ അല്ലെങ്കിൽ അതിന്റെ വാർണിംഗ് സൈൻസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് ഒരുപാട് സഹായിക്കും. ഈ രീതിയിലുള്ള ആൾക്കാരെ കണ്ടെത്തുവാനും അവർക്കൊരു സഹായം നൽകുവാനും ഒരുപാട് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന കേൾക്കുക. അല്ലെങ്കിൽ അവർ നമുക്ക് ആത്മഹത്യ എന്ന വാക്കിന്റെ ഒരു നിർവചനം ഇതാണ്: ഒരാൾ മനഃപൂർവ്വം സ്വന്തം ജീവിതം സ്വയമേവ അവസാനിപ്പിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. നിർവചനത്തിൽ വലിയൊരു കാര്യമില്ലെങ്കിലും അതിന്റെ ഒരു നിർവചനം ഈ രീതിയിലാണ് നമ്മൾ പറയുക. നമ്മൾ ഇതിന്റെ ഒരു വ്യാപ്തി നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും 8 ലക്ഷം പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് ലോകത്തെമ്പാടും. അതായത് ഓരോ 40 സെക്കൻഡിലും ഒരു ആത്മഹത്യ നടക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ഓരോ ആത്മഹത്യക്കും അതിന്റെ 25 ഇരട്ടി ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കും. അതായത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 8 ലക്ഷമാണ് ഇപ്പൊ പറയുന്നത് ലോകത്തെമ്പാടും. അതിന്റെ 25 ഇരട്ടിയോളം പേര് ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്നു. ഇനി ഓരോ ആത്മഹത്യയും അവരുമായി ബന്ധപ്പെട്ട 135 പേര്, അതൊരു കണക്കെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് കണക്കാണ്, അത് അവരുടെ ബന്ധുബലം മറ്റു കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു മരണപ്പെടുന്നതും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വേണ്ടപ്പെട്ട ഒരാള്, നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, അയാള് അല്ലാതെ രീതിയിൽ ഒരു മരണം നടക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം, ആ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. കാരണം ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ വീട്ടിലുള്ള വ്യക്തിക്ക്, അതായത് ആർക്കാണോ ലോസ് ഉണ്ടായത്, അത് സുഹൃത്തായിരിക്കാം, ബന്ധുവായിരിക്കാം, ആരായിക്കോട്ടെ, അവർക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് കൂടെ ഉണ്ടാവുകയാണ്. അതായത് എനിക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ആത്മഹത്യയെ തടയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സാധാരണ ഒരു മരണത്തെക്കാളും ഉപരി മറ്റു പല രീതിയിലും ഓരോരുത്തരെയും ഈ ആത്മഹത്യ ബാധിക്കുന്നു. കേരളത്തിന്റെ നിരക്ക് നോക്കുകയാണെങ്കിൽ കേരളം ഇപ്പൊ 5ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഒരു 10 വർഷം മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആത്മഹത്യാ നിരക്കുണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ്. 33% ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 24%, 24.3% കേരളത്തിന്റെ ആത്മഹത്യ. ഈ രീതിയിൽ ആത്മഹത്യാ നിരക്ക് കുറഞ്ഞു വരുന്നുവെങ്കിലും യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലുള്ള ആത്മഹത്യയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കൺസേൺ ഉണ്ടാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിനെ സംബന്ധിച്ച്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇടയ്ക്ക് നമ്മളൊരു കണക്കാണ്, നിയമസഭയിൽ വന്നൊരു കണക്ക്. മെയ് 2016 മുതൽ ആത്മഹത്യ ചെയ്ത 12,988 പേരിൽ 401 പേര് കുട്ടികളാണെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കാണ്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യയാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം. പല കാരണങ്ങളാണ് ആത്മഹത്യയെ കുറിച്ച് പറയുക. എപ്പോഴും കുടുംബ പ്രശ്നങ്ങളാണ് അതിൽ ഒരു പ്രധാന ഘടകം. കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ രോഗങ്ങള്. നമ്മുടെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പരീക്ഷകളിൽ തോൽക്കുന്നത്. അത് ഇവിടെ നമ്മുടെ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് അല്ലെങ്കിൽ കോമ്പറ്റീവ് പാർട്ടിലേക്കാണ് എക്സാംസ് എല്ലാം കൊണ്ടുപോകുന്നുണ്ടായതുകൊണ്ട് തന്നെ, അല്ല പഠനം തന്നെ ഒരു കോമ്പറ്റീവ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ പരീക്ഷകളിൽ തോൽക്കുന്ന എപ്പോഴും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും, മുമ്പ് SSLC പരീക്ഷയോടനുബന്ധിച്ച് നിരന്തരമായിട്ട് കുറെ ആത്മഹത്യകൾ നടക്കുന്ന ഒരു സംഭവം. അതിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ SSLC പരീക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ അത് ഗ്രേഡിംഗ് ആക്കി. ആ ഗ്രേഡിംഗ് ആക്കാൻ തന്നെ പ്രധാന കാരണം ഈ നടന്ന ആത്മഹത്യകൾ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ പരീക്ഷകൾ ഒരു കാരണം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അത് മദ്യമായിക്കോട്ടെ മറ്റു ലഹരി വസ്തുക്കളായിക്കോട്ടെ, പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കടബാധ്യതയൊക്കെ തന്നെയും ഒരുപാട് ആത്മഹത്യ, കർഷകരുടെ ഇടയിലൊക്കെ നമുക്ക് ഒരുപാട് അറിയാം ആ രീതിയിൽ ആത്മഹത്യ നടന്നിട്ടുണ്ടാകും. പിന്നെ പ്രണയബന്ധങ്ങള്, പ്രണയ നൈരാശ്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഒരു കാരണമായിട്ട് വരുന്നത്. അത് പിന്നെ ആത്മഹത്യയിൽ കൂടുതൽ കവിഞ്ഞിട്ട് പലപ്പോഴും മറ്റേ ആ വ്യക്തിയെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കൂടെ വരുന്ന ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. അതായത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പ്രണയ നൈരാശ്യത്തിന് കാരണക്കാരായ വ്യക്തിയെ കൂടി ഉപദ്രവിക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക, അതിനുശേഷം ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ, ഈ രീതിയിലാണ് നമുക്ക് ആത്മഹത്യയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ നമ്മുടെ ഇത് ശരിക്കും പൊതുജനാരോഗ്യ പ്രശ്നമായിട്ടും ഒരു സാമൂഹിക പ്രശ്നമായിട്ടും കൂടി നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും എപ്പോഴും ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ആരോഗ്യ പ്രവർത്തന രീതിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇതിന്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്.
പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഈ രീതിയിലാണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന, കണക്കുകളെക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്ക് ഇതിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ആത്മഹത്യാ ശ്രമവും സ്വയം ഉപദ്രവിക്കലും, അതായത് സെൽഫ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഒരു ഇന്റന്റ് ആണ്, സൂയിസൈഡ് ഇന്റന്റ് ആണ് അതിനകത്ത് നമ്മൾ നോക്കുന്നത്. പലപ്പോഴും പല പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പലരും സ്വയം ഉപദ്രവിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലൊക്കെ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. കൈകൾ മുറിക്കുക, പലപ്പോഴും വെച്ചോ കത്തി വെച്ചോ മുറിക്കുക എന്നുള്ളത്. അത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് പലപ്പോഴും ഈ പറയുന്ന പോലെ സെൽഫ് ഹാമിൽ വരുന്നതാണ്. അതേസമയം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മരിക്കുവാൻ വേണ്ടി, അതായത് സ്വയം ജീവൻ അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതിനെയാണ് ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മൾ ഒന്ന് തിരിച്ചറിയാവുന്നതാണ്. സ്വയം ഉപദ്രവിക്കുന്നവർ പലപ്പോഴും പറയുന്ന പോലെ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമത്തിനെ ശാരീരിക വേദന കൊണ്ട് ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. അത് അവരുടെ മെന്റൽ അഗ്നി ഒരു ഫിസിക്കൽ അഗ്നി വെച്ച് അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണ്, സ്വയം ഉപദ്രവിച്ച്. അതാണ് അതിനകത്തൊരു മാൽഗാറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജിയാണ് സംഭവിക്കുന്നത്. അത് കൂടുതലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലാണ് അങ്ങനെ കണ്ടുവരുന്നത്. അത് അവരുടെ ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് സ്വയം ഉപദ്രവിക്കുന്നത് നിർത്തുകയും ചെയ്യും. പക്ഷെ അതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്വയം ഉപദ്രവിക്കൽ തന്നെ പലപ്പോഴും ഒരു ആകസ്മികമായിട്ട് മരണത്തിലേക്ക് നയിക്കാം എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം വരിക. അപ്പൊ അത് നമ്മളൊന്ന് നോക്കേണ്ടതാണ്. അപ്പോ എങ്ങനെ, നേരത്തെ പറഞ്ഞു എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. എന്തൊക്കെ നോക്കണം, പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെ, മുമ്പ് എപ്പോഴും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടോ, ഇപ്പൊ രോഗിയുടെ മനസ്സിലെ പ്ലാൻ എന്താണ്, പ്രേരണ എന്തെങ്കിലും ഉണ്ടോ, ലഭ്യമായ സഹായ ഹസ്തങ്ങൾ എന്തൊക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഏറ്റവും പ്രധാനമായും നമുക്ക് റിസ്ക് ഫാക്ടേഴ്സിലേക്ക് എടുക്കാം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാനുള്ള ഉയർന്ന സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. മറ്റേത് അസുഖങ്ങൾക്ക് പോലെയുള്ള ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ, കുടുംബ പശ്ചാത്തലം, വ്യക്തിത്വ ഘടകങ്ങൾ തുടങ്ങിയ പല കാരണങ്ങളാണ്. അത് നമ്മൾ ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ, കുറഞ്ഞ വിദ്യാഭ്യാസ നില, തൊഴിലില്ലായ്മ എന്നിവ ആത്മഹത്യാ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയൊക്കെ തന്നെയും പലപ്പോഴും തൊഴിൽ നഷ്ടപ്പെടുന്നതൊക്കെ തന്നെയും പലപ്പോഴും ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നതും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലാണ്. അപ്പൊ അത് സാമ്പത്തിക ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിസ്ക് ഫാക്ടറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ആ സ്ട്രെസ് അതിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം നാളേക്ക് എന്ത് എന്നുള്ള ഒരു ചിന്ത വലിയൊരു ബുദ്ധിമുട്ട് തന്നെ അവർക്ക് എപ്പോഴും സൃഷ്ടിക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ് അഡീഷണൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് ജീവിതത്തിന്റെ സാധാരണ പ്രശ്നങ്ങൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴത്തേക്ക് അവര് ആത്മഹത്യയിലേക്ക് പോകാനും സാധ്യതയുള്ളതാണ്. രണ്ടാമത്തത് കുടുംബ പശ്ചാത്തലമാണ്. അപ്പോ കുടുംബത്തിൽ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കുടുംബാംഗങ്ങളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ, അതായത് കുടുംബാംഗങ്ങളിൽ ഇപ്പോ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അവരിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ, പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഇഷ്യൂസ്, അതായത് പാരനോയിഡ് പേഴ്സണാലിറ്റീസ് ആയിരിക്കാം, സംശയരോഗമായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള വ്യക്തിത്വ ഘടകങ്ങൾ, ബോർഡർ ലൈൻ ആയിരിക്കാം, അതിന്റെ പേരിലുണ്ടാകുന്ന വഴക്കുകൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെയും കൂടുതലായിട്ട് ആത്മഹത്യയിലേക്ക് നയിക്കാം. പിന്നെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ആത്മഹത്യയുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു വ്യക്തികൾക്ക് ആത്മഹത്യക്കുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അരക്ഷിതമായ കുടുംബാന്തരീക്ഷം, പ്രത്യേകിച്ച് കുട്ടികളിലെ അബ്യൂസ് വരുന്നത്, അത് ഫിസിക്കൽ അബ്യൂസ് ആവാം, സെക്ഷൽ അബ്യൂസ് ആവാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷം തീർച്ചയായിട്ടും ഈ പറയുന്ന ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. പിന്നെ പരിചരണക്കുറവ് അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്ഷൻ, രണ്ട് രീതിയിലും വരാം. മാതാപിതാക്കളുടെ ഇടയിൽ നിന്നുണ്ടാവുന്ന ഒരു പരിചരണ കുറവും വരാം, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാം പല വീടുകളിലും ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണ്. അവർക്ക് ഓരോ കാര്യവും കുട്ടികളെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, കുട്ടികളോട് പറയേണ്ടത് എന്ന് മിക്ക പാരന്റ്സിനും അറിയില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം പാരന്റിങ് എന്ന് പറയുന്നത് സ്കില്ലാണ്. അപ്പൊ അതിന്റെ ഒരു കുറവ് നമുക്ക് എപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് കൺസൾട്ടേഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു
പ്രശ്നം ഇത് തന്നെയാണ്, പാരന്റ് സ്കിൽ. അപ്പൊ ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കളുടെ വഴക്കുകൾ, പിന്നെ വിവാഹമോചനം, വേർപിരിയൽ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മരണം, ഇതൊക്കെ തന്നെയും പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നതാണ്, ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ്. പിന്നെ അമിത പ്രതീക്ഷ, അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ വളരെയധികം കാണുന്നതാണ്. പ്രത്യേകിച്ച് മക്കളെന്ന് പറയുന്നത് പഠനത്തിലും അതുവഴി പഠനം, കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. നമുക്ക് ഒരു എൻട്രൻസിന്റെ ഒരു ഏജ് ആകുമ്പോൾ തന്നെ എല്ലാവരെയും തന്നെ ഇവിടെ നിന്നൊക്കെ മാറ്റി അങ്ങ് പാതയിൽ നിർത്തുന്നത് കാണാറുണ്ട്. എപ്പോഴും നമ്മൾ അവിടെ തന്നെയും ഈ കുട്ടികൾ കാണുന്നത് തമ്മിലുള്ള കോമ്പറ്റീഷൻ മാത്രമാണ്. എല്ലാവരും അവിടെ കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ ലക്ഷ്യത്തോടു കൂടി. അപ്പം പലപ്പോഴും നമുക്ക് വരുന്ന കേസുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കുട്ടികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ വളരെ അനാരോഗ്യകരമായ കോമ്പറ്റീഷൻ ഒക്കെ തന്നെയാണ്. അതായത് ഒരു കുട്ടി കിടന്ന് ഉറങ്ങുമ്പോൾ മറ്റു കുട്ടികൾ പഠിക്കുന്ന കുട്ടിയുടെ ബുക്ക് എടുത്ത് കത്തിച്ചു കളയുക, അങ്ങനെയുള്ള കേസുകളൊക്കെ തന്നെ ഒരുപാട് വരാറുണ്ട്. കാരണം അങ്ങനെ കത്തിച്ചു കളയുന്നതെന്ന് വെച്ചാൽ ആ കുട്ടി പിന്നെ പഠിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അത്രയും ഒരു അനാരോഗ്യകരമായ ലെവലിലാണ് കോമ്പറ്റീഷൻ പോകുന്നത്. അപ്പോ ആ കുട്ടികൾ പുറം ലോകം കാണുന്നില്ല. ഇങ്ങനെയുള്ള പല സെന്റേഴ്സിലും നിൽക്കുന്ന കുട്ടികൾ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് കാണുന്നത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രങ്ങൾ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മാത്രമാണ്. അവര് പറയുന്ന കാര്യം, അവരെ പാരന്റ്സ് വിളിക്കുമ്പോ പാരന്റ്സ് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇവർക്ക് കിട്ടിയ മാർക്കുകളെ കുറിച്ചാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവർക്കുണ്ടാവുന്ന സ്ട്രെസ്, അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ കുറിച്ച് മാതാപിതാക്കളോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് പറയാൻ. കാരണം എന്താണ്, മാതാപിതാക്കൾ ആകെ ചോദിക്കുന്നത് മാർക്കിനെ കുറിച്ചാണ്. രണ്ട്, മാതാപിതാക്കളോട് പറഞ്ഞാൽ അത് കൂടുതൽ വിഷമം ഉണ്ടാക്കും. മാതാപിതാക്കളെ സംബന്ധിച്ചാൽ അവർക്ക് വേറെ ഒന്നും വേണ്ട, ഈ മാർക്കാണ് അവർക്ക് പ്രധാനം. അങ്ങനെ ഒരു സമയത്ത് എനിക്കിതിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ എനിക്ക് ഇത്രയും സ്ട്രെസ് ഉണ്ട് എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് വിഷമം ഉണ്ടാക്കുമെന്ന് കരുതി പല കുട്ടികളും പറയാറില്ല. അങ്ങനെയുള്ള പല കുട്ടികളും തന്നെ ആത്മഹത്യാ ശ്രമങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിലാണ് നമ്മുടെ കുട്ടികളുടെ ഇതിലേക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഭാഗത്തുള്ള അമിത പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൂയിസൈഡൽ റിസ്ക് ഫാക്ടറാണ്. ഇത് എപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വൈകാരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അതെന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. അതായത് പല കുട്ടികൾക്കും ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇമോഷണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് പല ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇമോഷണലി റിയാക്ട് ചെയ്യും. അത് കൂടുതലും റിയാക്ട് ചെയ്യുന്ന അമ്മമാരോടോ ചിലപ്പം അച്ഛന്മാരോടും കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള റിയാക്ഷൻ വരുമ്പോൾ തന്നെ അത് ആ രീതിയിൽ പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യാൻ മിക്ക മാതാപിതാക്കൾക്കും അറിയില്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് സാധാരണ ചില കുട്ടികൾ വളരെ സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അവരെ ഡീൽ ചെയ്യാൻ പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം അതൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്കറിയാം, രക്ഷിതാക്കളുടെ സമയക്കുറവെന്ന് പറയും. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതിനകത്ത് തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം തന്നെ ക്വാളിറ്റി ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട്. ക്വാളിറ്റി ടൈം ആയിരിക്കില്ല. കാരണം മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പമാണ് കുട്ടികളോട് സ്പെൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ TV കാണുന്നതിന്റെ ഇടയിലായിരിക്കും കുട്ടികളോട് ആകെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു സമയത്തൊന്നും ഒരു കുട്ടിയും ഓപ്പൺ അപ്പ് ചെയ്യില്ല അവരോട്. മാത്രമല്ല അതൊരു ശീലമായിരിക്കുകയും വേണം. നിരന്തരമായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ദിവസം ചെന്നിരുന്നിട്ട് കുട്ടികളോട് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയണം, അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം പറയൂ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും ഓപ്പൺ അപ്പ് ചെയ്യില്ല. അത് നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഒരു മാത്രമേ ഉണ്ടാകൂ. അപ്പോ ആ രീതിയിൽ രക്ഷിതാക്കളുടെ സമയക്കുറവും ഒരുപാട് രീതിയിൽ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കളുടെ സമയക്കുറവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിനകത്ത് എന്താണ് ഒരു പരിഹാരം എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ചെയ്യാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ്. പല രക്ഷിതാക്കളെ സംബന്ധിച്ചോളം അവരുടെ വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ സമയം വളരെ കുറച്ച് ചെലവഴിക്കാൻ കഴിയാറുള്ളൂ. പക്ഷെ ചിലവഴിക്കുന്ന സമയത്ത്, കുട്ടികളുമായിട്ട് ചിലവഴിക്കുന്ന സമയത്ത്
അത് കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ടൈമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അതൊരു 15 മിനിറ്റ് ആയിക്കോട്ടെ, ഒരു ദിവസം ഒരു 15 മിനിറ്റ് ആയിക്കോയാലും കുഴപ്പമില്ല. പക്ഷെ ആ 15 മിനിറ്റ് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, മൊബൈൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ കുട്ടിയോട് മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമായിട്ട് ചെലവാക്കാൻ കഴിഞ്ഞാൽ നാച്ചുറലി അതൊരു പോസിറ്റീവ് തിങ് ആണ്. അത് തീർച്ചയായിട്ടും കുട്ടിയുടെ ഡെവലപ്മെന്റ് സഹായിക്കും, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും, ഈ പറഞ്ഞ സൂയിസൈഡിനുള്ള റിസ്ക് കുറയ്ക്കുകയും ചെയ്യും. ആ രീതിയിൽ ഒരു ക്വാളിറ്റേറ്റീവ് ടൈം, ഒരു ക്വാളിറ്റി ടൈം അതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതിന് പുറമെ മറ്റൊരു കാര്യം വ്യക്തിത്വ ഘടകങ്ങളാണ്. ആ വ്യക്തിത്വ ഘടകങ്ങൾ തീർച്ചയായിട്ടും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കുറെ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി, അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ വരുന്ന അൺസ്റ്റേബിൾ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. പിന്നെ ദേഷ്യം, അക്രമാസക്ത, ചിലർക്ക് അങ്ങനെയാണ്, ഒരു എപ്പോഴും ഇമ്പൾസീവ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഇമ്പൾസീവ് ആയിട്ടുള്ള പെരുമാറ്റം ഉള്ളവർക്ക് സൂയിസൈഡിനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം, ആത്മഹത്യയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആത്മഹത്യയെക്കുറിച്ച് റിപ്പോർട്ടിങ്ങിലൊക്കെ റിമോട്ടിന്റെ പേരിലുള്ള അടിയുടെ പേരിലായിരിക്കും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്, കുട്ടി പോയി ആത്മഹത്യ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ കാരണം റിമോട്ട് കൈ കിട്ടിയില്ല, അല്ലെങ്കിൽ ചാനലുകൾ ഇഷ്ടപ്പെട്ട ചാനൽ വച്ചില്ല, ആ ചാനൽ മാറ്റിക്കളഞ്ഞു, തുടങ്ങിയ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാരണങ്ങളായിരിക്കും പലപ്പോഴും ആത്മഹത്യ നടക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പിന്നെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ളവർക്ക്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ളവർക്കും ഇതുപോലെ ഈ പറയുന്ന പോലെ ആത്മഹത്യ ഇത് കൂടുതലായിരിക്കാം. ആക്ടിങ് ഔട്ട് ബിഹേവിയർ, പല കുട്ടികളുടെയും ഉള്ളിലുള്ള ഇമോഷൻസ് പലപ്പോഴും എൻഡപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന പല ബിഹേവിയേഴ്സ് കാണിക്കും, ഇംപ്രോപ്പർ ആയിട്ടുള്ള ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ആയിട്ട് പല കുട്ടികളും കാണിക്കാറുണ്ട്. അപ്പൊ അത് ഈ പറയുന്ന ആക്ടിങ് ഔട്ട് ബിഹേവിയർ എന്ന രീതിയിൽ പലപ്പോഴും അത് സ്വന്തമായിട്ടോ മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന ബിഹേവിയർ ആയിട്ടാണ് പലപ്പോഴും ആക്ടിങ് ഔട്ട് ബിഹേവിയർ വരിക. അപ്പൊ ആ രീതിയിലും പലപ്പോഴും ആത്മഹത്യകൾ സംഭവിക്കാം. നേരത്തെ പറഞ്ഞ ഇമ്പൾസീവ് ബിഹേവിയറിന്റെ കാര്യം. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കുറഞ്ഞ വ്യക്തികൾ, ഒരു ഇഷ്യൂ വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അത് ഡീൽ ചെയ്യാൻ ഉള്ള കഴിവ് അത് കുറഞ്ഞ വ്യക്തികൾ തീർച്ചയായിട്ടും ഒരു എസ്കേപ്പിസം രീതിയിൽ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നതുണ്ട്. അവിടെ ലൈഫ് സ്കില്ലിന്റെ ഒരു വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, കോപ്പിംഗ് വിത്ത് പ്രോബ്ലംസ് എന്ന രീതിയിൽ പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ എന്നിവയായിട്ടുള്ള അതിലുള്ള അസ്ഥിരതകൾ, അത് തീർച്ചയായിട്ടും ഈ വൾണറബിൾ ഗ്രൂപ്പ്സ് ഉണ്ട്. കാരണം അവർ ന്യൂനപക്ഷമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് തന്നെ ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും മറ്റൊക്കെ അതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ സെക്ഷൽ ഓറിയന്റേഷൻ ഒക്കെ പറയുമ്പോൾ ഇപ്പൊ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ ഓറിയന്റേഷനിലൊക്കെ വരുന്നവര് അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും അവരുടെ പാരന്റ്സിനോട് ഇത് എങ്ങനെ പറയും എന്നുള്ള പ്രശ്നം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണം ആലോചിക്കുന്ന ഒരു സമയത്തായിരിക്കും പലപ്പോഴും ഇത് പറയാനുള്ള ഒരു ഇത് വരുന്നത്. പക്ഷെ അത് എങ്ങനെ പറയും എന്നുള്ളത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സംബന്ധിച്ചിടത്തോളം. കാരണം പാരന്റ്സിന്റെ ഒക്കെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ സിവിയർ ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ഓറിയന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ പാരന്റ്സിന്റെ റിയാക്ഷൻ വളരെ സിവിയർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയാണ് പലരും നോക്കുന്നത്. പലപ്പോഴും നമുക്ക് കാണുന്ന കേസുകളിലൊക്കെ കല്യാണത്തിനങ്ങ് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സെയിം സെക്സിനോടായിരിക്കും താല്പര്യം, പക്ഷെ അവർ കല്യാണത്തിന് സമ്മതിച്ച് കല്യാണം കഴിക്കും. കാരണം പല കേസിലും പറയുന്നത് കല്യാണം കഴിച്ചിട്ട് പിന്നെ ആ ഒരു പാർട്ട്ണറിനോടായിരിക്കും പറയുക എനിക്ക് സെക്ഷൽ ഓറിയന്റേഷൻ ഓപ്പോസിറ്റ് സെക്സിനോട് പറ്റില്ല എന്നുള്ളത്. അതെന്തുകൊണ്ട് പിന്നെ കല്യാണം കഴിച്ചിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, കാരണം നാച്ചുറലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ, കല്യാണത്തിന് മുമ്പ് പറഞ്ഞാൽ പോരാന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം അത് എനിക്ക് വീട്ടിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീട്ടില് അച്ഛൻ പറഞ്ഞാൽ ആ രീതിയിലാണ് അവരുടെ ഒരു പാരന്റ്സിന്റെ റിയാക്ഷൻ വരിക. അപ്പൊ ഇതൊക്കെ തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അത് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ പലപ്പോഴും കല്യാണത്തിന് സമ്മതിക്കുക എന്നുള്ളതായിരിക്കില്ല, പലരും ആത്മഹത്യയിലേക്ക് തിരിയുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് അവർ എടുക്കുക. അപ്പൊ അതൊക്കെ തന്നെ ഈ രീതിയിൽ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഒരു ബന്ധം, അത് മാതാപിതാക്കളുമായിട്ടാണെങ്കിലോ സുഹൃത്തുക്കളുമായിട്ടാണെങ്കിലോ ഒക്കെ ആ ഒരു ബന്ധത്തിന്റെ ദൃഢതയില്ലായ്മ തീർച്ചയായിട്ടും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഇല്ലെങ്കിൽ ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളില്ലാതെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ഈ പറഞ്ഞ സൂയിസൈഡിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഉത്കണ്ഠ പ്രശ്നങ്ങളായിക്കോട്ടെ, വിഷാദ രോഗമായിക്കോട്ടെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആയിക്കോട്ടെ,
സൈക്കോട്ടിക് രോഗങ്ങളായിക്കോട്ടെ, വ്യക്തിത്വ വൈകല്യങ്ങൾ പല രീതിയിലുണ്ടാകാം. പക്ഷെ നമ്മുടെ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പൊതുവെ ആത്മഹത്യ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനസിക പ്രശ്നം എന്തെങ്കിലും എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. മാനസിക രോഗികൾ മാത്രം ആത്മഹത്യ ചെയ്യുന്നത് മിഥ്യാധാരണയും നമ്മുടെ സമൂഹത്തിൽ. അത് പലപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഇമ്പൾസീവായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളായിരിക്കും, വ്യക്തിത്വ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ എല്ലാത്തിനും പുറകിലും ഒരു മാനസിക രോഗം ആയിരിക്കില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു ഘടകമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻപുള്ള ആത്മഹത്യാ ശ്രമങ്ങളാണ്. ഒരു ആത്മഹത്യാ ശ്രമം നടന്നാൽ പിന്നെ ഒരു വർഷക്കാലത്തേക്ക് ആത്മഹത്യാ സാധ്യത എന്ന് പറയുന്നത് ഇരട്ടിയാണ്. അപ്പോ ആദ്യത്തെ ഒരു വർഷം ഇരട്ടി, അതിന് ശേഷമാണെങ്കിലും അതിനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുമ്പോൾ മിക്കവാറും കുടുംബാംഗങ്ങൾ അത് ഒളിച്ചു വയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്. കാരണം മറ്റുള്ളവരൊന്നും അറിയാത്ത രീതിയിൽ ഒളിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു ആരോഗ്യ ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് ഒരിക്കലും അവർ വരുന്നില്ല. കാരണം അങ്ങനെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റിഗ്മ അതിനകത്ത് നിലനിൽക്കുന്നു എന്നുണ്ടായതുകൊണ്ട് തന്നെ അവർ ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് പോകാതെയാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അതിനുള്ള സാധ്യത വീണ്ടും ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം. നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പഠനകാലത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, അവിടെ വരുന്ന ആത്മഹത്യകളൊക്കെ തന്നെയും അതിനകത്തൊരു സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്ക് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. ആ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലെ സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്കിലേക്ക് റെഫറൻസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ കേസുകളൊക്കെ ഡിസ്ചാർജ് ചെയ്യാറുള്ളൂ. പൊതുവെ ഒരു ആത്മഹത്യാ ശ്രമമായിട്ട്, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് പോയിസണിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള ആത്മഹത്യാ ശ്രമമാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ സൈക്കാട്രിയുടെ ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്കിന്റെ കൺസൾട്ടേഷൻ കൂടെ നടത്തിയിരിക്കും. കാരണം തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ പുറകെയുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് നടത്തണം എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പൊതുവെ ഈ രീതിയിൽ മെഡിക്കൽ കോളേജിൽ നിന്നും വരാത്ത കേസുകളൊക്കെ തന്നെയും പലപ്പോഴും ഒരിക്കലും ഒരു കൺസൾട്ടേഷനിൽ പോകാത്ത ഒരു അവസ്ഥയാണ്. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരു ആത്മഹത്യാ ശ്രമം നടന്നാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിക്കണം, കൺസൾട്ടേഷൻ നടത്തിക്കണം എന്നുള്ളത് നമുക്കൊന്ന് ചെയ്യണം. പിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രകോപന ഘടകങ്ങൾ, പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സുകൾ ഉണ്ടാവും. എന്തൊക്കെ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില കാരണങ്ങൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും. അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരണമായിരിക്കാം, അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ തകരുന്നതായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, തമ്മിലുള്ള വഴക്കുകളായിരിക്കാം, ഭാര്യ ഭർത്താക്കം ബന്ധമുള്ള പെട്ടെന്നുണ്ടായ ഒരു വഴക്കായിരിക്കാം ചിലപ്പോൾ പലപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങളിൽ ഈ പറഞ്ഞ നിയമപ്രശ്നങ്ങളിൽ കേസുകളിൽ പെട്ടുപോവുക. കേസുകളിൽ പെട്ടുപോകുമ്പോൾ നമുക്കറിയാം, പല പ്രതികളും ആത്മഹത്യ ചെയ്തു. ഇന്ന് 5-ാം പ്രതി ആത്മഹത്യ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. കേസുകളിൽ പെട്ടുപോകുന്നത് തന്നെ വളരെ വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് പലരും ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് പോകുന്ന നമുക്ക് കാണാം. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടാണ് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെടുക, വരുമാനം കുറയുക. അത് നമ്മുടെ ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം, നമ്മളോട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരിൽ മിക്കവർക്കും ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒറ്റയ്ക്കൽ ലോകം കൊണ്ടൊന്നൊരു പ്രോഗ്രാം കൊണ്ട് ഈ പറയുന്ന ക്വാറന്റൈൻ ഐസൊലേഷൻ ഇരിക്കുന്ന എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴും ഒക്കെ തന്നെ അതിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു പ്രശ്നം ജനങ്ങളിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ഈ പറയുന്ന തൊഴിൽ നഷ്ടപ്പെടുകയും വരുമാനം കുറയുകയും എന്നുള്ളതാണ്. കാരണം ഗൾഫിൽ നിന്നുള്ളവർ മാത്രമല്ല, ഇവിടെ ഉള്ളവർക്കും മിക്കവർക്കും തന്നെയും തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മിക്കവർക്കും തന്നെയും സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടുന്നില്ല. മിക്ക മേഖലകളും തന്നെയും ഒരു വരുമാനമില്ലാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആത്മഹത്യക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലൊക്കെ തന്നെ ഈ രീതിയിൽ ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയും ഇനി ഒരുപാട് കാണാം. കാരണം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നിലനിൽക്കുന്നു, സാമൂഹിക പ്രശ്നങ്ങൾ. അത് നിങ്ങൾക്കറിയാം, നമുക്ക് ചുറ്റുപാടുമുണ്ടെന്ന് ജീവിച്ചു വന്ന ഒരു അവസ്ഥയിൽ ഒരുപാട് തൊഴിൽ മേഖലകൾ, ഇപ്പോൾ ട്യൂഷൻ പഠിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. കുട്ടികളെ, തൊട്ടടുത്തുള്ള കുറച്ച് കുട്ടികളെ മാത്രം ട്യൂഷൻ പഠിപ്പിച്ചിട്ട് ആ രീതിയിലൊരു വരുമാനം കിട്ടി ജീവിച്ചിരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള തൊഴിൽ മേഖലകളും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. അവരെല്ലാം തന്നെ ഇപ്പോൾ വീടുകളിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറായിട്ട് അവർക്ക് വർക്ക് ചെയ്യാം, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യാം. അത് ഈ പറയുന്ന പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്.
പിന്നെ അതുപോലെ മറ്റു കണക്കുണ്ട്, ഗുരുതരമായിട്ടുള്ള ശാരീരിക രോഗങ്ങൾ പെട്ടെന്ന് വരിക, അത് പലപ്പോഴും ആത്മഹത്യയിലേക്ക് തള്ളിവിടുക. കാരണം അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. പ്രകൃതി ദുരന്തങ്ങൾ, ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും ശരി, അത് കാരണം അതിൽ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സാധ്യത പിന്നെയും കൂട്ടുക. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മദ്യം, ലഹരി വസ്തുക്കൾ, മറ്റ് ലഹരി വസ്തുക്കളുടെ സ്വാധീനം തുടങ്ങിയ കാര്യങ്ങൾ. കാരണം അത് പലപ്പോഴും ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഒരു വ്യക്തി മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ആ സമയത്ത് ഇമോഷണലി അൺസ്റ്റേബിൾ ആവുകയും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാധ്യത. അതുപോലെ ആഗ്രഹിക്കാത്ത ഗർഭധാരണം, ഗർഭാലസിപ്പിക്കല്, മറ്റ് ലൈംഗിക രോഗങ്ങൾ പിടിപെടുക, അതെന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റിഗ്മയോട് അസോസിയേറ്റഡ് ആണ്. ശാരീരിക രോഗങ്ങൾ പോലെയല്ല, അത് പുറത്താരോട് പറയാൻ കഴിയുന്നില്ല. അപ്പം ആ രീതിയിലുള്ള കുറച്ചുകൂടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാറുണ്ട് ലൈംഗിക രോഗങ്ങൾ. അപ്പൊ അതൊക്കെ സൂയിസൈഡിലേക്ക് പോകുന്ന സ്റ്റിഗ്മ അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെയും ഈ പറഞ്ഞ സൂയിസൈഡിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സും റിസ്ക് ഫാക്ടേഴ്സും അവിടെ നിലനിൽക്കുന്നു. അതായത് നിരന്തരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി റിസ്ക് ഫാക്ടറായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില ഇഷ്യൂസ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സും ഉണ്ടാകും. ഇനി വാർണിംഗ് സൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? വാർണിംഗ് സൈൻസിൽ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നമ്മൾ അപകട സൂചനകൾ അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് തിരിച്ചറിയാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഇത് ഏതൊരു വ്യക്തിയിലും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ആത്മഹത്യാ ചിന്തകളോ ആത്മഹത്യാ പ്രവണതയോ ഉള്ള ഏതൊരു വ്യക്തിക്കും നമ്മൾ കണ്ടെത്താവുന്ന ചുറ്റുപാടുള്ളവർക്ക് ഉണ്ടാക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും പറ്റിയോ ആത്മഹത്യയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക. അപ്പൊ ഇതിലൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നത്, ഇതിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചില മിഥ്യാധാരണകളുണ്ട്. എന്താണ്? ആത്മഹത്യയെ കുറിച്ച് പറയുന്ന ആൾ ചെയ്യില്ല എന്നുള്ളൊരു മിഥ്യാധാരണ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു പറച്ചിൽ തന്നെയുണ്ട്. ഈ കുരയ്ക്കും പറ്റി കടിക്കില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും ഇത് പറയും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു വ്യക്തി ആത്മഹത്യ ചിന്ത പറയുന്നു അല്ലെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊരു സിഗ്നിഫിക്കൻസ് കൊടുത്തിരിക്കണം. ആ വ്യക്തി പലരും റിപ്പീറ്റ് ചെയ്തായിരിക്കും പറയാം. മുമ്പൊക്കെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പറയും, ഇപ്രാവശ്യം പറഞ്ഞു, പറയുന്നത് തന്നെ എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളയാതെ തീർച്ചയായിട്ടും ഓരോ പ്രാവശ്യവും അതിന് സിഗ്നിഫിക്കൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആ വ്യക്തി ഏത് സമയമാണ്, കാരണം തീർച്ചയായിട്ടും ഉള്ളിലൊരു ചിന്ത അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തൊരു സിഗ്നിഫിക്കൻസ് കൊടുത്തിരിക്കണം. പിന്നെ അവസാന ഘട്ട തയ്യാറെടുപ്പുകൾ നടത്തുക. പെരുമാറ്റത്തിലെ ഏത് വ്യത്യാസവും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞ അവസാന ഘട്ടം തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്പോ വിൽപ്പത്രം എഴുതി വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള രീതികൾ, വഴികൾ അന്വേഷിക്കുക. അത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരിക്കുക. ഇപ്പോൾ പലപ്പോഴും നമുക്ക് അത് കിട്ടുന്ന ആ രീതിയിലൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ പറയുക. അതായത് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ വേസ് ഓഫ് സൂയിസൈഡ് എന്ന രീതിയിലൊക്കെ. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ അതിന്റെ സെർച്ച് ഹിസ്റ്ററി കിട്ടുകയാണെങ്കിൽ, അല്ലാത്ത രീതിയിൽ അന്വേഷിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്തൊരു സിഗ്നിഫിക്കൻസ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ ജീവഹാനി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ശേഖരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് കീടനാശിനിയൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പക്ഷെ മറ്റൊരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ മരുന്നുകളാണ്. ഗുളികകൾ ഒരുപാട് കഴിച്ച് ആത്മഹത്യ ശ്രമം നടത്തുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോ അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഏത് രീതിയിലുള്ള കീടനാശിനി ആയിക്കോട്ടെ, കയറായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന മരുന്നുകളായിക്കോട്ടെ, ഇതൊക്കെ ശേഖരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ടതാണ്. പിന്നെ ജീവിതത്തെ കുറിച്ച്, ഇപ്പൊ ആത്മഹത്യ ചിന്ത പറഞ്ഞില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ജീവിതത്തെ കുറിച്ചിട്ടൊരു നിരാശ പറയുക, അവസ്ഥ പറയുക, ജീവിതത്തിന്റെ ഒരു അർത്ഥശൂന്യതയെ കുറിച്ച് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അതൊരു ഡിപ്രസീവ് ഐഡിയാസ് ആണ് പലതും. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ സിഗ്നിഫിക്കൻസ് കൊടുക്കണം. ഇങ്ങനെ സിഗ്നിഫിക്കൻസ് എങ്ങനെ കൊടുക്കണം, എന്ത് രീതിയിലാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസ് വരിക, ഡിപ്രസീവ് ഐഡിയാസ് പറയുക, താൻ മറ്റുള്ളവർക്കൊരു ഭാരമാണെന്ന രീതിയിൽ സംസാരിക്കുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ഈ പറയുന്ന വാർണിംഗ് സൈൻ ആണ്. അതായത് മുമ്പ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആ രീതിയിൽ തുടങ്ങുക,
അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെ അതിന്റെ അളവിലും അതിന്റെ ടൈപ്പിലും ഒക്കെ മാറ്റം വരുത്തും. മദ്യപാനം മാത്രം ഉണ്ടായിരുന്ന വ്യക്തി പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ കഞ്ചാവും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തന്നെ അളവ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാര്യമാണ് മറ്റുള്ളവരിൽ നിന്നുള്ള ഉൾവലിയുക. മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിയിൽ അതായത് ചിലരുടെ നേച്ചർ ഇൻട്രോവേർട്ട് നേച്ചർ ആയിരിക്കും, അപ്പൊ അതൊരു വലിയ കാര്യമല്ല. പക്ഷേ ആ ഒരു വ്യത്യാസമാണ് അവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ മുമ്പേ ഈ പറഞ്ഞ വ്യക്തി പറയുമ്പോഴത്തേക്കല്ല, പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല വ്യക്തി. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എല്ലാം ഉൾവലി ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി ഇരിക്കാൻ താല്പര്യപ്പെടുന്നു, ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള ഒരു വ്യത്യാസം വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പെട്ടെന്ന് ഏത് തരത്തിലുള്ള മാറ്റം ആയിക്കോട്ടെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, അതായത് പതിവില്ലാതെ മറ്റുള്ളവരോടും അമിതമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുക, ഇതൊക്കെ തന്നെയും നമ്മളൊന്ന് ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അപകട സൂചനകളാണ്. ഇതിന് പുറമെ വെർബലായിട്ടുള്ള സയൻസ് ഉണ്ടാകും. അതായത് ചില അവരുടെ സംസാരത്തിൽ നിന്ന് കിട്ടുന്ന ചില സയൻസ്, ഞാൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കിനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ, ചത്താൽ മതിയായിരുന്നു, എന്നെ കൊണ്ട് ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല തുടങ്ങിയ വർത്തമാനത്തിൽ സാധാരണ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ വാർണിംഗ് സയൻസ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ചില കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് കളയാറുണ്ട്. അത് കാരണം പലപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറുമില്ല. പക്ഷേ ഇതില് ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗിൽറ്റി ഫീലിംഗ് മിക്കവർക്കും ഉണ്ടാകാം, എനിക്കത് പ്രിവെന്റ് ചെയ്യാമായിരുന്നു. അപ്പോഴും റിട്രോസ്പെക്റ്റീവായിട്ട് ആലോചിക്കുമ്പോഴാണ് പലർക്കും ആ വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യം ഓർമ്മ വരും. സോ ഈ റീസെന്റ് ഇങ്ങനെ പറഞ്ഞിരുന്നുവല്ലോ, എങ്ങനെയെങ്കിലും ഇതൊക്കെ അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു, ആ സമയത്ത് ഞാനൊരു ശ്രദ്ധ കൊടുത്താൽ മതിയായിരുന്നു തുടങ്ങിയ രീതിയിൽ പലരും പറയാറുണ്ട്. കാരണം ആ സമയത്ത് അതിനകത്തൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, പക്ഷെ പിന്നെ റിട്രോസ്പെക്റ്റീവായിട്ട് മാത്രമേ പലരും ഈ രീതിയിൽ ചിന്തിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെർബൽ സയൻസ് എത്ര ചെറുതായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യയെ കുറിച്ച് പറയുന്ന ഒരു ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു വിദ്യാധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് ഇങ്ങനത്തെ വെർബൽ വാർണിംഗ് സയൻസ് ഒന്നും മിക്കവരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകർ എന്ന രീതിയിലെങ്കിലും നമ്മൾ ആ ശ്രദ്ധ അതിനകത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോ ഈ വാർണിംഗ് സയൻസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അത് വെർബൽ വാർണിംഗ് സയൻസ് ഉണ്ട്, അല്ലാത്ത വാർണിംഗ് സയൻസും ഉണ്ട്. ഇതാണ് ഒരു പക്ഷേ ഈ വാർണിംഗ് സയൻസ് എന്നുള്ള പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുക, എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് പേഴ്സണലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി മൊത്തമായിട്ടുള്ള സമൂഹത്തിൽ നിൽക്കുന്ന കുറെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സും. അപ്പൊ അതിലൊന്ന് നല്ല കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക പിന്തുണ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, പ്രശ്നപരിഹാരത്തിനും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ലൈഫ് സ്കിൽസ് അത് അക്വയർ ചെയ്യാനുള്ള ഇത്, ആത്മഹത്യക്ക് സഹായിക്കുന്ന സാഹചര്യങ്ങളുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലഭ്യക്കുറവ്, പിന്നെ ചികിത്സിക്കുമുള്ള സൗകര്യങ്ങൾ, ജീവിത നൈപുണ്യങ്ങൾ, അതായത് ലൈഫ് സ്കിൽ ട്രെയിനിങ് കിട്ടിയിരിക്കുക, ഇതൊക്കെ നല്ല സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. പിന്നെ വ്യക്തിഗതമായിട്ട് നമുക്ക് ആത്മഹത്യ പ്രതിരോധത്തെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഓരോ വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യം വിഷമങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു ശീലമാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കുക, കൂട്ടായ്മകളിൽ പങ്കെടുക്കുക. അപ്പൊ ഈ വിഷമങ്ങൾ തുറന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും ഉള്ളിലുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് പലരുടെയും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എന്റെ വിഷമം പറയുമ്പോൾ ആ വ്യക്തി എന്ത് കരുതും എന്നുള്ളത്. അപ്പം നമുക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളടുത്ത് ഓരോരുത്തർ വിഷമം പറയുമ്പോൾ ഈ രീതിയിലൊരു നമ്മൾ ജഡ്ജ്മെന്റ് മുൻവിധി കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുക, നമ്മളൊരു വ്യക്തി നമ്മളോട് തുറന്ന് കുറച്ച് വിഷമങ്ങൾ പറയുമ്പോൾ അതിൽ ഇങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ തുടങ്ങിയ കുറെ കമന്റുകളും മുൻവിധിയും വയ്ക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. അതുകൊണ്ടാണ് ആരോടും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാതിരിക്കുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് സമയം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മുൻവിധി അതിനകത്ത് വയ്ക്കാതെ, അതിനകത്ത് പ്രത്യേകിച്ച് കമന്റുകളൊന്നും പറയാതെ കേൾക്കുക എന്നൊരു ശീലം കൊണ്ടുവരേണ്ടതുണ്ട്. അത് നമ്മൾ ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ ആ രീതിയിൽ വിഷമങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജോലി സ്ഥലത്തായാലും
കുടുംബത്തിലായി. പിന്നെ കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുക, ക്വാളിറ്റി ടൈം എന്നുള്ളതാണ് പ്രധാനം. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരുമായിട്ട് മാത്രം സംസാരിക്കുന്ന, കുട്ടികളുമായിട്ടാണെങ്കിലും സ്പൗസുമായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുമായിട്ട് സംസാരിക്കുന്ന, ചെലവഴിക്കുന്ന സമയത്തിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അത് എത്ര ചുരുങ്ങിയ സമയമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം ക്വാളിറ്റി ടൈം ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ആരോഗ്യകരമായ ബന്ധങ്ങൾ, കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതിനാണ്. കൂടുതൽ സുഹൃത്തുക്കൾ എപ്പോഴും നല്ലത് തന്നെയാണ്. നല്ലൊരു സുഹൃത്ത് വലയം എപ്പോഴും നമുക്ക് ആത്മഹത്യാ പ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക. പിന്നെ അതേസമയം ബന്ധങ്ങളിൽ വൈകാരിക അടിമത്തം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും. പലപ്പോഴും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം ഈ പറയുന്ന ഇമോഷണൽ സ്ലേവറിയാണ്. ആ വ്യക്തി പിണങ്ങി പോകുമോ എന്ന് കരുതി സ്വയം എല്ലാ രീതിയിലും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് റിലേഷൻസ് ഉണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ റിലേഷൻഷിപ്സ്. അത് പലപ്പോഴും ഈ പറയുന്ന സ്ട്രെസ് കൂട്ടുകയും സൂയിസൈഡിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമോഷണൽ സ്ലേവറി ഉണ്ടാകാതെ, വൈകാരിക അടിമത്തം ഈ ബന്ധങ്ങളിൽ ഉണ്ടാകാതെ നോക്കേണ്ടതും അത്യാവശ്യമാണ്. വ്യക്തിഗതമായിട്ടുള്ള ആത്മഹത്യ ഇതിൽ ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ ഔദ്യോഗിക കാര്യങ്ങൾ വ്യക്തി ജീവിതമായിട്ട് കൂട്ടിക്കലർത്താതിരിക്കുക. ഇപ്പൊ വീട്ടിൽ ചെന്നാൽ ഫോൺ കോൾസ് ചെയ്യേണ്ടെന്നുള്ളതല്ല, അല്ലെങ്കിൽ ഓഫീസിലെ ഫോൺ അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഫോൺ കോൾസ് എടുക്കേണ്ടെന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ ഈ ഇവിടുത്തെ സ്ട്രെസ് മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് വേറൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തന്നെ എടുത്ത് നമ്മൾ ഇവിടുത്തെ എല്ലാം മാറ്റി വയ്ക്കുക. അതുപോലെ തിരിച്ചു വീട്ടിലെ സ്ട്രെസ് ഓഫീസിലേക്കും കൊണ്ടുവരാതിരിക്കുക. പിന്നെ നമ്മൾ നേരത്തെ സ്ട്രെസ് മാനേജ്മെന്റിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ച് ബ്രേക്സ് ഇതിനകത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രേക്സ് ഒന്നും കിട്ടുന്ന ഒരു, കാരണം മുമ്പൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആകുമ്പോഴത്തേക്ക് 2-3 ദിവസം ലീവ് എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കോവിഡിന്റെ സമയത്ത് അതിനൊക്കെ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് മാത്രമല്ല, മുമ്പത്തെ സമയത്ത് നമുക്ക് ഈ പറയുന്ന വീക്കെൻഡ്സ് ഓഫ് ആയിരുന്നു പലർക്കും, അല്ലെങ്കിൽ ഒരുപാട് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു, യാത്രകൾ പോകാമായിരുന്നു, ബന്ധുവീടുകളിൽ പോകാമായിരുന്നു, ഫംഗ്ഷൻസിന് പോകാമായിരുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകാമായിരുന്നു. അതിനൊക്കെ ഉള്ള സാധ്യതകൾ ഇപ്പം വളരെ കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉള്ള സമയങ്ങളിൽ നമ്മുടെ ഓഫീസ് തിരക്കുകൾക്കിടയിൽ തന്നെ ബ്രേക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ 2 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക. ആ ഒരു സമയം നമുക്ക് പോസിറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുക. ഒന്ന് നടക്കുകയോ, അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് പാട്ട് കേൾക്കുകയോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊന്ന് ഫോൺ ചെയ്യുകയോ, ആ രീതിയിൽ ഓരോ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇടവിട്ട് ടൈം കുറച്ചൊരു ബ്രേക്ക് കൊടുക്കുകയും ആ ബ്രേക്ക് പല കാര്യങ്ങളിലായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഒരേ കാര്യം തന്നെ എല്ലാ ബ്രേക്കും എടുക്കണമെന്നില്ല. ഇപ്പൊ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം 5-6 ബ്രേക്ക് എടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യം ചുമ്മാ നടന്നിട്ട് വരുന്നതിനേക്കാളും ഒരു ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നടക്കുക, അടുത്ത ബ്രേക്കിന്റെ സമയത്ത് നമുക്കൊന്ന് പാട്ട് കേൾക്കാം, അതിന്റെ അടുത്ത ബ്രേക്കിന്റെ സമയത്ത് കൂട്ടുകാരെ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാം, തുടങ്ങിയ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഓരോ ബ്രേക്കിലും എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സമയത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. മറ്റൊന്ന്, കൃത്യമായിട്ടുള്ള ആഹാരം, നല്ല ഭക്ഷണക്രമം, കൃത്യമായിട്ടുള്ള ഉറക്കം, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം, നിർബന്ധമായിട്ടും വ്യായാമം എന്നിവ ഉറപ്പുവരുത്തുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വ്യായാമം തന്നെയാണ്, നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ്. അപ്പൊ അത് നമ്മുടെ RBS കൂടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോഴത്തേക്കും മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഒരാഴ്ചയോ 2 ആഴ്ചയോ മാത്രം നിലനിൽക്കുന്നതാണ്, അറിയാം. അത് മിക്കവർക്കും പരിചയമായിരിക്കും. എന്തെങ്കിലും അസുഖം കണ്ടെത്തുമ്പോൾ മാത്രം, ഷുഗറോ പ്രഷറോ ഒക്കെ കണ്ടെത്തുമ്പോൾ മാത്രം പെട്ടെന്ന് നിശ്ചയിക്കും, എന്നാ പിന്നെ കുറച്ച് നാൾ എക്സസൈസ് ചെയ്യാം, എക്സസൈസ് തുടങ്ങാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അത് 1 ആഴ്ചയോ 2 ആഴ്ചയോ നിൽക്കും, പിന്നെ അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോ ഗുളിക മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും തീർച്ചയായിട്ടും വ്യായാമമായിട്ട് അത്രയും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ വ്യായാമം നിർബന്ധമാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവരുടെ ഹെൽപ്പോടുകൂടി തന്നെ പലപ്പോഴും നമുക്ക് ലൈഫ് സ്കിൽ ട്രെയിനിങ്സ് സംഘടിപ്പിക്കാൻ കഴിയും. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ലഭ്യമായ സേവനങ്ങളെ പറ്റി അറിവ് നേടുക, ആവശ്യ സമയങ്ങളിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുക. ലഭ്യമായ സേവനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ സർവീസസ് എല്ലാ ജില്ലകളിലും ലഭ്യമാണ്. അത് CSC തലത്തിൽ തന്നെ ലഭ്യമാണ്. അതിന് പുറമെ താലൂക്ക് ഹോസ്പിറ്റലിലും
പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ തന്നെ സൈക്കാട്രി യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് അതിന്റെ ഹെൽപ്പ് ഡെഫിനറ്റ്ലി നമ്മളൊന്ന് എടുക്കേണ്ടതാണ്. സാമൂഹിക ബോധവൽക്കരണം, മാധ്യമങ്ങളിലുള്ള ബോധവൽക്കരണം, പിന്നെ ഏറ്റവും പ്രധാനം ജീവഹാനികരമായ വസ്തുക്കളുടെ വിൽപ്പനയുള്ള നിയന്ത്രണം, ഡോക്ടറുടെ ചീട്ടില്ലാതെ മരുന്ന് വിൽപ്പനയുള്ള നിയന്ത്രണം. പലപ്പോഴും നമ്മുടെ ഈ ഒരു സൂയിസൈഡ് ഒക്കെ നടക്കുക ഈ പറയുന്ന മരുന്നുകൾ കൂടുതലെടുത്ത് കഴിച്ചിട്ടൊക്കെയാണ്. അത് അവര് പ്രിഫർ ചെയ്യുന്നത് ഈ രീതിയിൽ ഓവർ ദ കൗണ്ടർ ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. മാനസികാരോഗ്യ സേവനങ്ങൾ കൂടുതൽ ഇപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാഥമികാരോഗ്യ തലത്തിൽ തന്നെ മാനസികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ എല്ലാവർക്കും ആ ഹെൽപ്പ് കിട്ടുകയുള്ളൂ. അല്ലാതെ മെന്റൽ ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ആക്സസിബിലിറ്റി കുറയുകയാണ് ജനങ്ങളുടെ ഇടയിൽ. അപ്പോ തീർച്ചയായിട്ടും എല്ലാ നമ്മുടെ PHC തലത്തിലുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതി വഴിയൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ്. PHC തലത്തിൽ തന്നെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത്. അപ്പോ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് എന്നുള്ളത് എന്തുകൊണ്ട് നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. അതായത് ജനങ്ങളുമായിട്ട് ഈ പറയുന്ന വിഷമങ്ങളുള്ള അല്ലെങ്കിൽ വിഷമതകളുള്ള ജനവിഭാഗങ്ങൾ ഇടപെടാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളാണ് കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഡോക്ടർമാരുണ്ടാവും, നഴ്സുമാരുണ്ടാവും, ഉൾപ്പെടെ എല്ലാ പ്രവർത്തകരും ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ജനപ്രതിനിധികൾ, മതപുരോഹിതർ, ഇവരൊക്കെ തന്നെയും നമുക്ക് ഈ രീതിയിൽ എംപവർ ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന വാർണിംഗ് സൈൻസ് ഒക്കെ പറഞ്ഞു വേറൊന്നും ഇല്ലെങ്കിലും ഈവൻ റിസ്ക് ഫാക്ടേഴ്സോ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സോ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ വാർണിംഗ് സൈൻസ് എങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ വിഷമതകൾ അവർ പറയുമ്പോൾ ഈ രീതിയിലുള്ള വാർണിംഗ് സൈൻസ് അതിനകത്ത് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവർക്ക് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. അതിനോടൊപ്പം ആവശ്യമെങ്കിൽ അവരെ റെഫർ ചെയ്യുകയും ചെയ്യാം, നമ്മുടെ മെന്റൽ ഹെൽത്ത് സർവീസസിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യാം. അതുവഴി നമുക്ക് ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷിച്ചെടുക്കാനും കഴിയും. അതാണ് നമ്മൾ ഈ പറയുന്ന ആത്മഹത്യ പ്രതിരോധ പദ്ധതി കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന വാർണിംഗ് സൈൻസ് അറിയുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളോട് ഒരാള് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ വാർണിംഗ് സൈൻസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും സമയം കൊടുക്കുക. നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും സമയം കൊടുക്കാൻ കഴിയണം. രണ്ട്, സമയം കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ശാസ്ത്ര ശുശ്രൂഷ എന്ന് പറയും. അതായത് നമ്മുടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നാണ് ഇന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു വാർണിംഗ് ബന്ധം സ്ഥാപിക്കുക. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് വരുന്ന രോഗി എന്നുള്ളതല്ല, മറിച്ച് ഏതൊരു നമ്മുടെ സുഹൃത്തായിരിക്കാം, നമ്മുടെ ഒരു സഹപ്രവർത്തകനായിരിക്കാം, നമ്മുടെ ഒരു ബന്ധുജനമായിരിക്കാം, ആരും ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് എന്ത് കാര്യം കൊണ്ടാണെങ്കിലും ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം പറയാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് ഒരു പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന ഒരു സ്റ്റാഫിന് നമ്മുടെ ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. വീണ്ടും ഒരേ കാര്യം തന്നെയാണോ പറയാൻ വരുന്നത്, അല്ലെങ്കിൽ ലീവിന്റെ കാര്യമായിരിക്കും പറയാൻ വരുന്നത്, ലീവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമമായിരിക്കും പറയാൻ വരുന്നത്. അത് ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്ക് വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് വളരെ സിഗ്നിഫിക്കന്റ് ഉള്ളതും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിപ്പോ ലീവ് ഒരു പക്ഷെ അനുവദിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. ലീവ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പകരം അറേഞ്ച്മെന്റ് ചെയ്യണോ വരുന്ന കാര്യങ്ങളൊക്കെ വേറെ ഡിസൈഡ് ചെയ്യണം. പക്ഷെ ഒരു വ്യക്തി ഒരു വിഷമം പറയാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കേണ്ട ഒരു കാര്യം നമ്മൾ ആ ഒരു സമയം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് സഹപ്രവർത്തകരുടെ ഒരു കാര്യം അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അത് ആ രീതിയിൽ തന്നെ എല്ലാ ബന്ധങ്ങളും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ അവർക്കൊരു സമയം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോ ചില പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്ക് അത്രയും സമയം കിട്ടിയെന്ന് വരില്ല, എല്ലാവരെയും കേൾക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു ആളുടെ ഹെൽപ്പ് തന്നെ സ്വീകരിക്കാം. ഒരാളെ അതിനകത്ത് ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യാം. വരുന്ന ആൾക്കാർക്ക് ആ വ്യക്തിയോട് കൂടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്യാം. കുറച്ച് സമയം കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ആ രീതിയിൽ ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ സ്ഥാപനത്തിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ അതിനകത്ത് വരുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ വരുമ്പോഴത്തേക്ക് വ്യക്തിപരമായിട്ട് നല്ല ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുക. കുടുംബത്തെക്കുറിച്ചും സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ചും ഒന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും ആ റാപ്പോ ബിൽഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏതൊരു വ്യക്തിയുമായിട്ടും
റാപ്പ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കുടുംബത്തിനെ കുറിച്ചും പശ്ചാത്തലത്തിനെ കുറിച്ചും ഒന്ന് ചോദിക്കുന്നത് നല്ല രീതിയിലൊരു നല്ല റാപ്പ് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അടുപ്പമുള്ളവരുടെ സഹായത്തോടുകൂടി സംരക്ഷണം ഒന്ന് ഉറപ്പുവരുത്തുക. അത് അവര് അടുത്ത ബന്ധുക്കളെ കൂടെ ഒന്ന് ഇതിന് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പെർമിഷനും കൂടെ അതിനകത്തൊന്ന് വാങ്ങിച്ചിരിക്കണം. അല്ലാതെ വ്യക്തി വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം ആ വ്യക്തിയുടെ മറ്റു ആൾക്കാരെ വിളിച്ച് ഫ്രണ്ട്സിനെ ആണെങ്കിലും മറ്റു ബന്ധുക്കളെ ആണെങ്കിലും വിളിച്ച് പറഞ്ഞ് ഇൻവോൾവ് ചെയ്യിക്കുന്നതിന് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഒരു പെർമിഷൻ നമ്മൾ അതിനകത്തൊന്ന് ചോദിച്ചു. അപ്പോൾ അത് നമ്മളൊന്ന് ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, പ്രശ്നങ്ങളെ കുറിച്ച് തുറന്ന് പറയാനൊന്ന് പ്രോത്സാഹനം കൊടുക്കണം. അത് പ്രോത്സാഹനം കൊടുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ആ വ്യക്തിക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് തോന്നും. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്ക് തോന്നും. അതാണ് ആ വിശ്വാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആ കോൺഫിഡൻഷ്യാലിറ്റിയാണ് ഒരു വ്യക്തിയിൽ വിശ്വാസം ഉണ്ടാക്കിയത്, മറിച്ച് പ്രശ്ന പരിഹാരമല്ല. അപ്പോൾ ആ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ തുറന്ന് സംസാരിക്കുകയും ചെയ്യും. പലപ്പോഴും ഈ കുട്ടികളുടെ കേസൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കുട്ടികൾ മാതാപിതാക്കളോടൊന്നും തുറന്ന് പറയാറില്ല. അപ്പൊ പല മാതാപിതാക്കളും പറയുന്ന ഒരു കംപ്ലൈന്റും അത് തന്നെയായിരിക്കും, എന്നോട് തുറന്ന് പറയാറില്ല എന്നുള്ളത്. പക്ഷെ അതിനുള്ള കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. കാരണം അവരുടെ ഒരു ശീലം എന്ന് പറയുന്നത് എന്ത് കാര്യം പറഞ്ഞാലും അത് മറ്റു പലരുമായിട്ട് ഷെയർ ചെയ്യുകയും അവരുടെ ബന്ധുക്കളൊക്കെ വിളിച്ചു പറയും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കുട്ടിയെ മുമ്പ് നിർത്തിക്കൊണ്ട് ഇതെല്ലാം ബന്ധുക്കളെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടി പിന്നെ ഒന്നും ഓപ്പൺ അപ്പ് ആവാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പൊ ആ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് അതിനകത്ത് ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഏതൊരു വ്യക്തി നമ്മളോട് സംസാരിക്കാൻ വന്നാലും ആ രീതിയിലൊന്ന് കോൺഫിഡൻഷ്യാലിറ്റി ബിൽഡ് ചെയ്യുക. അതനുസരിച്ച് കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. പിന്നെ എമ്പതി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ശ്രദ്ധയോടെ കേൾക്കുക, പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ അവരെ സജ്ജരാക്കുകയും ചെയ്യുക. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് പ്രശ്ന പരിഹാരത്തിന് ഈ കേൾക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയണമെന്നില്ല. സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും പകരം അവരെ കൊണ്ട് തന്നെ പരിഹാരങ്ങൾ നിർദ്ദേശിപ്പിക്കുക. ആ പരിഹാരത്തിൽ ഏറ്റവും നല്ല പരിഹാരം ചൂസ് ചെയ്യാനും അവരെ കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോ തീർച്ചയായിട്ടും ഒരു പ്രശ്നമായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, മറിച്ച് ആ വ്യക്തിയെ കൊണ്ട് തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തുകയും ആ സൊല്യൂഷൻസിൽ ബെസ്റ്റ് വൺ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ചൂസ് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും. അതാണ് ശരിക്കുമുള്ള ഒരു ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയുക. പിന്നെ തീർച്ചയായിട്ടും ഒരു ഫോളോ അപ്പ്, ഇടയ്ക്കൊന്ന് ഫോൺ വിളിച്ചോ ഒക്കെ ഒന്ന് ചോദിക്കുക ഇടയ്ക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ഹെൽപ്പ് അവർക്ക് കിട്ടുകയാണ്. പ്രശ്നങ്ങളുള്ള വ്യക്തിക്ക് ഒരു വ്യക്തി വിളിച്ച് ചോദിക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് അവർക്ക് ഇമോഷണൽ ഹെൽപ്പ് ഉണ്ടാക്കും. അപ്പൊ ആ രീതിയിൽ അത് ഒരുപാട് സൂയിസൈഡ്സ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരായിക്കോട്ടെ ഇല്ലെങ്കിൽ കീഴ്ജോലിക്കാരുടെ ഇടയ്ക്ക് ഈ രീതിയിൽ ഒന്ന് ഫോൺ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിന് അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യുകയും എങ്ങനെ ഉണ്ടെന്നുള്ളത് ചോദിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫ് മീറ്റിംഗുകൾ എങ്ങനെയോ നമ്മുടെ യൂഷ്വൽ റൂട്ടീൻ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു മെന്റൽ ഹെൽത്തിന്റെ ജസ്റ്റ് കാര്യങ്ങളും സംസാരിക്കുന്നത്, എല്ലാവരുടെയും ഒരു ക്ഷേമ അന്വേഷണങ്ങൾ നടത്തുന്നത്, ഈ രീതിയിലൊക്കെ ഒരുപാട് ഹെൽപ്പ് എല്ലാവർക്കും ലഭ്യമാകും. ഒരുപാട് സൂയിസൈഡ്സ് ഈ രീതിയിൽ തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും കഴിയും. പിന്നെ ലഭ്യമായിട്ടുള്ള മാനസികാരോഗ്യ സേവനങ്ങളെ കുറിച്ചും ഡെഫിനറ്റ്ലി ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ഡെഫിനറ്റ്ലി അതിനകത്ത് ആവശ്യമാണെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ എടുക്കുകയും വേണം. പിന്നെ പ്രത്യേകിച്ച് രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു ഇമോഷണൽ ഹെൽപ്പ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഇടയിൽ, അവരുടെ കൂടെയുള്ളവരുടെ ഇടയിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊന്നും നിൽക്കേണ്ടതുണ്ട്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് തെറ്റിദ്ധാരണകൾ ആത്മഹത്യയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അപ്പോ ഈ രീതിയിലുള്ള നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ പറയുന്ന വിഷമം അനുഭവിക്കുന്ന വ്യക്തിയുടെ ചുറ്റുപാടുമുള്ളവരിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി നമ്മൾ അവർക്ക് ആത്മഹത്യാ ചിന്തകൾ ഉണ്ട് എന്നുള്ളത് അവരുടെ അടുത്ത ബന്ധുക്കൾ അറിയിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം അവർ തീർച്ചയായിട്ടും വീട്ടിൽ അതിനുള്ള ഒരു നിരീക്ഷണം ആവശ്യമാണ്, ഒന്ന് ശ്രദ്ധ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ പലരുടെയും ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, അത് ഇങ്ങനെ തന്നെ മുമ്പേ പറയുന്നത് തന്നെ പലപ്പോഴും പല ആവർത്തി ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ സാധ്യതയൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പറയുക.
ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പറയുന്നത് ഒരിക്കലും ചെയ്യില്ല തുടങ്ങിയ തെറ്റിദ്ധാരണകളാണ് പലരുടെ ഇടയിലുള്ളത്. ആ തെറ്റിദ്ധാരണകളൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കേണ്ടി വരും. പിന്നെ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതെ നോക്കുകയും വേണം. കാരണം അതും നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ. ഈ ആത്മഹത്യാ ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയെ തന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുക നമ്മുടെ സമൂഹം. എന്തിന്റെ കുറവായിട്ടാണ് ആത്മഹത്യാ ശ്രമം നടത്തുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്. അത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് ചുറ്റുപാട് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്രയും സ്ട്രെസ് അവരുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് ആ രീതിയിൽ ശ്രമിക്കുന്നത്, ജീവൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തലുകൾ അവിടെ വരാതെ നമ്മൾ നോക്കേണ്ടത്. കൗൺസിലിംഗ് പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അതിനുള്ള ചെയ്തു കൊടുക്കുക, പരിശീലനം കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്താം. പിന്നെ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാധ്യമങ്ങളിൽ അതിൻ്റെതായ കുറെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന്റെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് തീർച്ചയായിട്ടും ഉള്ളതാണ്. പക്ഷെ ചില മാധ്യമങ്ങളെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ തീർച്ചയായിട്ടും കോപ്പി കാറ്റ് എന്ന രീതിയിൽ, കോപ്പി കാറ്റ് ഫിനോമിനൽ രീതിയിൽ അത് വീണ്ടും വീണ്ടും ആത്മഹത്യകൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണം നിങ്ങൾക്കറിയായിരിക്കും, ഏതെങ്കിലും ഒരു ആത്മഹത്യ വലിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വീണ്ടും കുട്ടികളുടെ ആത്മഹത്യ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുട്ടികൾ ഇപ്പം ഓൺലൈനിന്റെ ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുണ്ടായി. ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സിനെ കയറാൻ പറ്റിയില്ല എന്ന രീതിയിലൊക്കെ. അതിനെ തുടർന്ന് ഒരുപാട് കുട്ടികൾ ആ രീതിയിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഈ രീതിയിൽ കോപ്പി കാറ്റ് ഫിനോമിനൻ, കാരണം ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് വ്യക്തികൾ, അതേ പ്രശ്നത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വാർത്ത വായിക്കുന്നത് തീർച്ചയായിട്ടും അതേപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരിലും ആത്മഹത്യാ ചിന്ത വരുത്താനും അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഗൈഡ് ലൈൻസ് ഉള്ളതാണ്. മീഡിയ സംബന്ധിച്ചോളം ആത്മഹത്യ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അസ്വാഭാവിക മരണം എന്നുള്ളതേ പറയാവൂ എന്നുള്ളതാണ്. പിന്നെ അതിന്റെ വിവരണങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും എങ്ങനെ മരിച്ചു എന്നുള്ളതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഒരു രക്ഷപ്പെടലായിട്ടാണ് ധീരപ്രവൃത്തിയേക്കാൾ കൂടുതൽ രക്ഷപ്പെടലായിട്ട് പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട് മാധ്യമങ്ങൾ. അതായത് കടബാധ്യത കയറി അതിൽ നിന്ന് രക്ഷപ്പെടലായിട്ട്, അല്ലെങ്കിൽ ബാങ്ക് ലോണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്തു തുടങ്ങിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും അത് കൂടുതൽ അപകടമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് സൃഷ്ടിച്ചു വയ്ക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം തന്നെയും ഒരു കോപ്പി കാറ്റ് ഫിനോമിനൻ അതിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. പേജുകളിലേക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിൽ അത് റിപ്പോർട്ടിൽ പരാമർശിക്കാതിരിക്കുക. അത് നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ സൂയിസൈഡ് പ്രിവെൻഷന് നമ്പറും കൊടുക്കണമെന്ന് നിർബന്ധമാണ്. ശരിക്കും അത് ചില പത്രങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഹിന്ദു തുടങ്ങിയ ദിനപത്രങ്ങളൊക്കെ അത് ഫോളോ ചെയ്യാറുണ്ട്. സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ കൂട്ടത്തില് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്നും, ആത്മഹത്യ പ്രതിരോധ നമ്പർ, ഇന്ന നമ്പർ നമുക്ക് വിളിക്കാവുന്നതാണെന്നും ഉള്ള ഒരു വാർത്ത കൂടി അതിന്റെ കൂടെ അവർ കൊടുക്കേണ്ടതായിരിക്കും. അപ്പോ അതിന് പുറമെ പ്രതിസന്ധികളെ അതിജീവിച്ചവരുടെ വാർത്തകൾ കൂടുതലായിട്ട് കൊടുക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത്രയും പ്രസ് കൗൺസിലിന്റെ ഒരു നിർദ്ദേശമാണ്. അപ്പോ അത് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. മാധ്യമങ്ങളിൽ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളും. മറ്റൊന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, തെറ്റിദ്ധാരണ യാഥാർത്ഥ്യം. അപ്പോ വിഷമിച്ചിരിക്കുന്ന, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയോട്, ഇത് കൂടുതലും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിഷമിച്ചിരിക്കുന്ന വ്യക്തിയോട് ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പലപ്പോഴും അത് ചോദിക്കുന്നത് നമ്മുടെ ആശ്വാസം പ്രോഗ്രാമിലൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഉറപ്പിച്ച് എപ്പോഴും നമ്മൾ ആത്മഹത്യയെ കുറിച്ച് കൂടെ ചോദിക്കണം എന്ന് പറയാറുണ്ട്. ആത്മഹത്യ ചിന്തകളുണ്ടോ എന്നുള്ളത് ചോദിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, വിഷമിച്ചിരിക്കുന്നതോട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ആത്മഹത്യയെ കുറിച്ച് പിന്നെ ചിന്തിക്കുകയല്ലേ, ആ രീതിയിലല്ലേ അവരെടുക്കൂ എന്നുള്ളത് സംശയങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാണ്: ആത്മഹത്യയെ കുറിച്ചുള്ള തുറന്നുള്ള സംസാരം ഒരു വ്യക്തിയെ ആത്മഹത്യയെ കുറിച്ചുള്ള പുനർചിന്തനത്തിനാണ് വഴിയൊരുക്കുന്നത്. കാരണം ഡിപ്രഷൻ നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലർക്കും ഇത് അറിയായിരിക്കും. നമ്മൾ ചോദിക്കുമ്പം വെറുതെ ആദ്യമേ കയറി ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുകയല്ല ചെയ്യുന്നത്. വിഷാദത്തിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കുക. അതായത് മനസ്സിന് എപ്പോഴും ഒരു ഭാരമുണ്ടോ,
തന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, തനിക്ക് ഭാവിയില്ല തുടങ്ങിയ ചിന്തകൾ വരാറുണ്ടോ? അപ്പൊ അതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ചോദ്യങ്ങൾ, തനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നാറുണ്ടോ? അതും ഉണ്ട് എന്ന് പറയുകയാണെങ്കിലാണ് ഒരു വ്യക്തിയോട് ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പം ആ രീതിയിൽ ഒരു സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ അതിനകത്തൊരു ഓക്വേർഡ്നെസ് ഇല്ല. അല്ലാതെ ആദ്യമേ നമ്മൾ കയറി ആത്മഹത്യയെ കുറിച്ച് ചോദിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം. വിഷമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തില് തീർച്ചയായിട്ടും ആത്മഹത്യ ചിന്തകളെ കുറിച്ച് ചോദിച്ചിരിക്കേണ്ടതുണ്ട്. പക്ഷെ ചോദിക്കേണ്ട രീതിയിൽ അത് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് പ്രധാനമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ വിഷാദത്തിനെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ആത്മഹത്യയെ കുറിച്ചും കൂടെ അതിനകത്ത് ചോദിക്കും. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണത ഉള്ള ആൾ മരിക്കാൻ ഉറപ്പിച്ച വ്യക്തിയാണ്, അതിനെ ഒരിക്കലും നമുക്ക് അതിൽ നിന്നും പിൻവലിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നൊരു തെറ്റിദ്ധാരണ നടത്തുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, ജീവിക്കണോ മരിക്കണോ എന്നൊരു ചിന്താക്കുഴപ്പമാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ കാണുന്നത്. അല്ലാതെ എല്ലാം അവിടെ എപ്പോഴും ചിന്താക്കുഴപ്പമാണ്. അവർക്ക് ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും ജീവിക്കാം എന്നുള്ളൊരു ഇതാണ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൊടുക്കാവുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആളിനെ നമ്മൾ ആത്മഹത്യയിൽ നിന്ന് പിൻവലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉറപ്പിക്കുകയല്ല, ഉറപ്പിച്ച വ്യക്തിയല്ല നമ്മൾ ചുറ്റുമുള്ളത്. ആ ഒരു ചിന്താക്കുഴപ്പത്തിലുള്ള വ്യക്തികളെയാണ് നമുക്ക് അവിടെ ചുറ്റും കാണാൻ കഴിയുക. അവരെയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത്. ആത്മഹത്യയെ കുറിച്ച് പറയുന്നവർ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ആത്മഹത്യയെ കുറിച്ച് പറയുന്നവർ പലപ്പോഴും സഹായത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ആത്മഹത്യയെ കുറിച്ച് നമ്മൾ ഈ പറയുന്ന ആത്മഹത്യ ഭീഷണിയായിരിക്കാം, ആത്മഹത്യയെ കുറിച്ച് പറയുന്നതായിരിക്കാം, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് പറയുന്നവർ പലപ്പോഴും സഹായത്തിനുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിലാണ് നമ്മളത് എടുക്കേണ്ടത്. മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മാനസിക രോഗമാണ് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ആ മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിലുള്ള വെച്ചാൽ ആത്മഹത്യാ പ്രവണത മാനസിക രോഗികളിൽ മാത്രമല്ല കാണുന്നത്, അത് മറ്റു ഒരുപാട് പേരുകളിൽ ഉള്ളതാണ്. മാനസിക രോഗവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടല്ല അത് നിൽക്കുന്നത്. ഒരുപാട് പേരില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാവുകയും ചിലരില് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആത്മഹത്യ പ്രവണത ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അത് ഒരിക്കലും രോഗവുമായിട്ട് ബന്ധപ്പെട്ടല്ല വരുന്നത്. അത് ആ രീതിയിൽ തന്നെ പലരിലും കാണാറുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു സസ്റ്റൈനബിൾ SDG ഗോൾസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുള്ള ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ് SDG ഗോൾസിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ആശ്വാസ അമ്മ മനസ്സ് പദ്ധതികളും ഒക്കെ തന്നെ ഇതിനകത്ത് നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ ജീവരക്ഷ ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും നിങ്ങൾക്ക് ഇതിൽ മിക്കതും പരിചിതമായിരിക്കും. ആശ്വാസം എന്ന് പറയുന്നത് വിഷാദരോഗ നിർണയ പദ്ധതിയാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ. കാരണം എന്താണ്, നമ്മുടെ 5 മുതൽ 10% വരെ ജനന വിഭാഗത്തിന് പറയുന്നത് നമ്മുടെ ഒരു പഞ്ചായത്ത് എടുക്കുമ്പോൾ 30,000 ഒരു പഞ്ചായത്തിന്റെ പോപ്പുലേഷൻ അടിക്കുന്നത്. ഒരു ആവറേജ് പോപ്പുലേഷൻ 30,000 എടുത്താൽ അതിലൊരു 1,500 മുതൽ 3,000 പേർക്ക് വിഷാദം ഉണ്ടെന്നുള്ളത്. അപ്പോ അത്രയും വലിയൊരു നമ്പറാണ് നമുക്ക് ഓരോ പഞ്ചായത്തിൽ തന്നെ ഉള്ളത്. അപ്പൊ അത് നമുക്ക് കണ്ടെത്തി ചികിത്സിക്കണമെങ്കിൽ അവിടുത്തെ സിസ്റ്റം തന്നെ അതിനകത്ത് നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ പുറത്തുനിന്ന് നമുക്ക് ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് ടീം വന്ന് അത്രയും പേരെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അല്ലെങ്കിൽ അത്രയും പേര് അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലോ അത്രയും പേര് ഡിസ്ട്രിക്ട് ആശുപത്രിയിലോ പോയി ചികിത്സിക്കുമെന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവരെ കണ്ടെത്തണം. നമ്മുടെ പഞ്ചായത്തിന്റെ സിസ്റ്റം ഉപയോഗിച്ച് തന്നെ അവരെ കണ്ടെത്തി നമുക്ക് അവർക്ക് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തില് ഹെൽത്ത് വർക്കർമാർ അവർക്ക് അവരുടെ റൂട്ടീൻ വർക്കിന്റെ ഭാഗമായിട്ട് അവരെ സ്ക്രീൻ ചെയ്യുന്നവരെ കണ്ടെത്തുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കണ്ടെത്തുന്നവരെ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറിന്റെ അടുത്ത് അയക്കുക. ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഹൈ റിസ്ക് സാധ്യത ഉള്ളവർ ആരൊക്കെയാണെന്നുള്ളതാണ്. ഡിപ്രഷൻ ഹൈ റിസ്ക് സാധ്യത ഉള്ളതായിട്ട് ലോകാരോഗ്യ സംഘടന വെച്ചിരിക്കുന്നവർ ഇവരൊക്കെ തന്നെയാണ്. അത് നമ്മളും താഴെത്തട്ടിലേക്ക് ആശ്വാസം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവരെ തന്നെയാണ്. പാലിയേറ്റീവ് കെയർ ചികിത്സയിരിക്കുന്നവർ, പിന്നെ എല്ലാ NCD രോഗികളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NCD രോഗത്തിന് ചികിത്സ എടുക്കുന്ന എല്ലാവരും തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, ഈ ഉപയോഗിക്കുന്നവരുടെ കുടുംബം, പരിചാരകർ, കെയർ ഗീവേഴ്സ്, അത് പാലിയേറ്റീവ് കെയർ ചികിത്സയിരിക്കുന്നവരാകട്ടെ, ബുദ്ധിമാന്ദ്യമുള്ളവര്, ഓട്ടിസം കുട്ടികള്, സെർബ്രൽ പാൽസി കുട്ടികൾ, അപസ്മാരം തുടങ്ങിയ എല്ലാവരുടെയും കെയർ ഗീവേഴ്സ് ഡെഫിനറ്റ്ലി ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ഫോർ ഡിപ്രഷൻ ആണ്.
അവർക്കെല്ലാം തന്നെ ഡിപ്രഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവരെല്ലാം നമ്മൾ ഇതിനകത്ത് തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളവർ, ആത്മഹത്യ ചെയ്തവരുടെ കുടുംബാംഗങ്ങൾ, ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളവർ നേരത്തെ നമ്മൾ പറഞ്ഞു, അവർക്ക് വീണ്ടും അതിനുള്ള സാധ്യത ഉണ്ട്. തൊട്ടടുത്ത വർഷം അതിന്റെ സാധ്യത ഇരട്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ നമ്മൾ ഇതിനകത്ത് സ്ക്രീൻ ചെയ്തിരിക്കണം. അതുപോലെ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്നവരാണ്. സമീപകാലത്ത് കടുത്ത ജീവിത പ്രതിസന്ധി നേരിട്ടവർ, അത് ഇപ്പോഴത്തെ ഒരു സമയത്ത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് പേര് ഈ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നവരുണ്ട്. അപ്പൊ അവരും നമ്മൾ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുത്തി തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് അമ്മ മനസ്സ് പദ്ധതിയാണ്. അമ്മ മനസ്സ് പദ്ധതി പ്രകാരം ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവാനന്തരവും തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീനിങ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ആ സ്ക്രീനിങ് ക്വസ്റ്റ്യൻ എല്ലാവരെയും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞതാണ്. എല്ലാ JPHNമാർക്കും PHNമാർക്കും ആശമാർക്കും ഇതിനുള്ള പരിശീലനം ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുവഴി അവര് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ ഈ 3 സമയങ്ങളിൽ, അതിനുശേഷം പ്രസവാനന്തരം 3 സമയങ്ങളിൽ ഇമ്മ്യൂണൈസേഷൻ സമയത്ത് വരുമ്പോഴും മൊത്തം 6 തവണ സ്ക്രീനിങ് നടത്തേണ്ടതാണ് അമ്മ മനസ്സ് പ്രോഗ്രാം വെച്ചിട്ട്. അതിൽ ബുദ്ധിമുട്ടുള്ളവരെ, അത് വിഷാദം മാത്രമല്ല എല്ലാ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നമാണെങ്കിലും അത് കൃത്യമായിട്ട് ഈ JPHNമാർ അത് റെഫർ ചെയ്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിലേക്കോ മറ്റ് സൈക്കാട്രിസ്റ്റിലോട്ടോ അയക്കേണ്ടത്. അതാണ് അതിനകത്ത്. അപ്പൊ മാക്സിമം ആൾക്കാരെ നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതിയാണ്. ഇത് ആശമാരെ നടപ്പാക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ആശമാരെ പരിശീലനം കൊടുത്ത് അവരുടെ ഹൗസ് വിസിറ്റ് ചെയ്യിപ്പിച്ച് അവിടെയുള്ള ആൾക്കാരെ, മാനസിക അസുഖമുള്ളവരെ, മാനസിക പ്രശ്നങ്ങളുള്ളവരെ, എല്ലാ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരെ കണ്ടെത്തി കൊണ്ടുവന്ന് ചികിത്സ, അതായത് PHCയിൽ വെച്ച് തന്നെ, അതായത് FHCയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് DMHP ആണ്, ജില്ലാ മാനസികാരോഗ്യ പരിപാടിയാണ് അവിടെ ക്യാമ്പ് നടത്തുന്നത്. ചികിത്സ എന്ന് പറയുന്നത് അവിടുത്തെ ആശുപത്രിയിൽ തന്നെ ലഭ്യമാക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോ പഞ്ചായത്തിൽ നമുക്ക് ഒരു 50 മുതൽ 120 രോഗികളെ വരെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കണ്ടെത്തി ചികിത്സയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇതാണ് സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പുറമെ നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ക്ലിനിക്കുകൾ നമുക്ക് ഈ രീതിയിൽ 14 ജില്ലകളിൽ നടക്കുന്നുണ്ട്. 272 ക്ലിനിക്കാണ് ഓരോ മാസം നടക്കുന്നത്. ഇപ്പോൾ അത് 25,000 എന്നുള്ള 40,000 പേഷ്യൻസ് ആണ് ഒരു മാസം കാണുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത്. DMHP 40,000 ആണ്. അപ്പോൾ അതിന് എല്ലാ തരത്തിലുള്ള ചികിത്സയും, ഔഷധ ചികിത്സ ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ചികിത്സകൾ, മനഃശാസ്ത്ര ചികിത്സകൾ, സോഷ്യൽ തെറാപ്പി, സൈക്കോഡിക്കേഷൻ, റീഹാബിലിറ്റേഷൻ എല്ലാം തന്നെ നമുക്ക് DMHP വഴിയാണ് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഇത് മറ്റു സൗകര്യങ്ങൾ, ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഈ തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നുള്ള ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടതാണ്. എല്ലാ CHCയിലും ഈ പറയുന്ന ക്ലിനിക്കുകൾ ലഭ്യമാണ്. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ക്ലിനിക്കുകൾ മാസം തോറും ലഭ്യമാണ്. ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ ചികിത്സ ലഭ്യമാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റെഫറൻസ് അവിടത്തേക്ക് എല്ലാവർക്കും വയ്ക്കുന്നതാണ്. മറ്റൊന്ന് ദിശ നമ്പറാണ്. ദിശയെ നമുക്ക് സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ട് എംപവർ ചെയ്തിട്ടുണ്ട്. 1056 എന്നുള്ള നമ്പറാണ് അതിനകത്തുള്ളത്. നമുക്ക് ടോൾ ഫ്രീ നമ്പറാണ്. ഇതിന് പുറമെ 047125552056 എന്ന നമ്പറും ലഭ്യമാണ്. ഈ 2 നമ്പേഴ്സും ഉണ്ട് ദിശയ്ക്ക്. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട്, ആത്മഹത്യ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ് ദിശ. ദിശയ്ക്ക് മറ്റൊരുപാട് സർവീസ് ഉണ്ട്. അപ്പൊ അറിയായിരിക്കും, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സർവീസ് ദിശ വഴിയാണ് ലഭ്യമാക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആത്മഹത്യ പ്രതിരോധത്തിന്റെ ഒരു മെയിൻ ലിങ്ക് എന്ന് പറയുന്നത് ദിശ തന്നെയാണ്. ദിശയ്ക്ക് സെക്കൻഡ് കോൾ ആയിട്ട് സൈക്കാട്രിസ്റ്റുകൾക്ക് അവർ കൊടുക്കും. ആ രീതിയിൽ ഹെൽപ്പ് ലഭ്യമാക്കാനും പറ്റും. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ആത്മഹത്യ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് കൊണ്ടുവരാം. Dr. Kiran, good afternoon. Good afternoon. Shall I respond? വളരെ നന്നായി ഡോക്ടർ കിരൺ ഇത് അവതരിപ്പിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അത് എല്ലാവർക്കും മനസ്സിലാകത്തക്ക തരത്തിൽ നന്നായിട്ടൊരു പരിശീലനം നടത്തിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. നമ്മുടെ സർക്കാരിന്റെ ഈ രംഗത്തുള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം വളരെ വളരെ നന്നായിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എനിക്കൊരു ഇപ്പൊ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുണ്ടേ ഏതാനും ആത്മഹത്യകളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലോ. അപ്പൊ
അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈക്കോളജിക്കൽ ഓട്ടോപ്സിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം നടത്തിയായിട്ട് അങ്ങനെ ഉണ്ടായോ? ഉണ്ട് സാർ. സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന രീതിയിൽ നടത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ഓരോ സൂയിസൈഡിനും നമ്മൾ റിപ്പോർട്ട് ജില്ലകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അവിടുത്തെ പ്രോഗ്രാം ഓഫീസർ, നോഡൽ ഓഫീസർ തരുന്നുണ്ട് അതിന് റിപ്പോർട്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരുന്നുണ്ട്. പ്രധാനമായിട്ടും കാരണം നമ്മളിപ്പം എസ്പെഷ്യലി അത് ക്വാറന്റൈനായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ വരിക. ക്വാറന്റൈൻ ഐസൊലേഷൻ ഉള്ളവർക്ക് നമ്മൾ അതിനകത്ത് കോൾസ് പോയിട്ടുണ്ടോ, അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മളിപ്പോ കോൾസിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് മറ്റു കാര്യങ്ങൾ വരും. നമ്മുടെ ഇന്റർവെൻഷനിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് വരുത്താനാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിനാണ് റിപ്പോർട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ. നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു ആരോഗ്യ പ്രവർത്തകനെ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തല്ലോ. തീർച്ചയായും ആരോഗ്യ പ്രവർത്തകന്മേലുള്ള ഈ സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി അടുത്തടുത്ത് ഇടപെട്ട് ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഇത്തരം പ്രോഗ്രാം, സ്ട്രെസ് മാനേജ്മെന്റ് പ്രോഗ്രാം ഒക്കെ നല്ലതാണ്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് അത് നടത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് ഡോക്ടർ കിരൺ. ഉണ്ട് സാർ. അതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ 2 വീക്സ് മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. 114 പ്രോഗ്രാംസ് ആയി നമ്മുടെ സ്റ്റേറ്റിലേക്ക് തന്നെ. ഏകദേശം 5000 നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ്, 5800 ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ ഇതിനകത്ത് ക്ലാസ്സിലേക്ക് 214 ക്ലാസ്സുകളായിട്ട് നമുക്ക് ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞു. ഇതിന്റെ പുറമെ നമ്മുടെ ഫോൺ കോൾസ് ഉണ്ട്. ഫോൺ കോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടീം തന്നെ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഡെയിലി. അപ്പോ അത് നമ്മുടെ ഏകദേശം 40,000 ആരോഗ്യ പ്രവർത്തകർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോളോ അപ്പ് ആണ് ചെയ്യുന്നത്. വീണ്ടും അവരെ ഫോൺ വിളിക്കുന്നത്, ആദ്യം വിളിച്ചവരെ തന്നെ വീണ്ടും ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാക്സിമം ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് നമുക്ക് നമ്പേഴ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ നമ്പർ കിട്ടാറില്ല. ഈ ഫോൺ നമ്പേഴ്സ് കിട്ടുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും അവിടുത്തെ സ്റ്റാഫുകളെ എല്ലാവരും വിളിക്കുകയാണ്. ആശമാർ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും നമ്മുടെ ടീം വിളിക്കുന്നു. വളരെ നല്ല ഒരു ടോക്ക് ആയിരുന്നു. വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് സബ്ജക്റ്റ് ഒക്കെ കവർ ചെയ്തു. അപ്പൊ കേട്ട എല്ലാവർക്കും എനിക്ക് തോന്നുന്നൊരു ഡെഫിനറ്റ് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു സജഷൻ മാത്രമാണ്. ഈ തമ്മിൽ ഓരോ യൂണിറ്റിനകത്തുള്ളവർ എപ്പോഴും തമ്മിൽ മുഖത്ത് നോക്കണം. കണ്ടാ പോരാ, നോക്കണം എന്നൊരു വാക്കുണ്ട്. അവർ പറയുന്ന വെറുതെ ലിസൺ ചെയ്താൽ ഹിയർ ചെയ്താൽ പോലെ ലിസൺ ചെയ്യണം. ആൻഡ് വെറുതെ ഇരുന്നാൽ പോലെ ഇന്റർവീൻ ചെയ്യണം എന്നുള്ളൊരു രീതി അത് നമ്മളെല്ലാവരും ഒരു ശീലമാക്കിയിട്ട്. ഇപ്പൊ എല്ലാവർക്കും മടിയാണ്, കാരണം ബാക്കിയുള്ള കാര്യത്തിൽ എങ്ങനെ ഇടപെടും. അങ്ങനെ ഇങ്ങനത്തെ ചില ഇപ്പൊ കിരൺ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡേഞ്ചർ സൈൻസ് അല്ലെ വാർണിംഗ് സിഗ്നൽസ് പറഞ്ഞു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അത് മനസ്സിൽ വെച്ച് നോക്കിയാൽ നമ്മൾ പരലും അത് കാണും. അപ്പൊ അന്നേരം ഒരു മടി കൂടാതെ ഒരു ഫ്രണ്ട്ലി ഒരു ചിരിയും ഒരു വാക്കും ഒരു ടച്ചും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പലതും നമുക്ക് അപ്പൊ ഈവൻ നമ്മുടെ ഓഫീസ് ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് സ്റ്റാഫ് യൂണിറ്റ് ആയിക്കോട്ടെ, മറ്റു കുട്ടികളുടെ ഇടയ്ക്ക് ആയിക്കോട്ടെ, ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക്, അവിടെ എല്ലാം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ടു സീ യുവർ ലുക്ക്, and it's not enough to hear, but you have to listen, and it is not enough to have sympathy, but you have to intervene. എന്നുള്ള 3 കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും we may able to save so many lives. ആ രീതിയിൽ കിരൺ, ഇറ്റ് വാസ് എക്സലന്റ്, കൺഗ്രാറ്റ്സ്. നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സുകളിലും മെയിനായിട്ട് ഇത് തന്നെയാണ് സാർ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, എല്ലാവരും ഒന്ന് കേൾക്കുക എന്നുള്ള ഒരു ആസ്പെക്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ആ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.